കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിന്റെ കൂറ്റൻ സ്കോർ മറികടന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തകർപ്പൻ ജയമാണ് നേടിയത്. മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 4 വിക്കറ്റാണ് വിജയം. ഏഷ്യാ കപ്പിന് ഒരുങ്ങുന്ന സഞ്ജു ഓപ്പണറായി ഇറങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് തീർത്തപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പൊളി മൂഡിലായിരുന്നു. ശ്വാസമടക്കി പിടിച്ച് നെഞ്ചിടിപ്പോടെ മാത്രം കാണാൻ പറ്റുന്ന മത്സരമായിരുന്നു ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നത്. 16 പന്തിൽ അർദ്ധ സെഞ്ചുറി, 42 പന്തിൽ സെഞ്ചുറിയും കുറിച്ച് സഞ്ജു കത്തിക്കയറിയപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിന് മുട്ടുമടക്കേണ്ടി വന്നു. പ്രധാന പ്രശ്നമൊന്നുമില്ല, മേ ബി കുറച്ച് ലെക്കിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ബട്ട് ദിസ് മാച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. എങ്ങനെ ആ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യണമെന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ ഭയങ്കര പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇന്ന് ഈ 2 മാച്ചിൽ നിന്നും ഈ മാച്ചിൽ വ്യത്യാസം. ആദ്യ പന്ത് തന്നെ ബൗണ്ടറി പറത്തിയ സഞ്ജു ആദ്യ ഓവറും 2ാം ഓവറും കസറി. 3ാം ഓവറിൽ ഷറഫുദ്ദീനെതിരെ തുടർച്ചയായി പായിച്ചത് 4 ഫോറുകൾ. 4ാം ഓവറിൽ ബിജു നാരായണനെതിരെ 1 സിക്സും 3 ഫോറുകളും. ഗ്യാലറിയിൽ കാണികളുടെ കണ്ണും മനസ്സും ഒരുപോലെ തീ പടർത്തിയ നിമിഷം. കിടിലൻ കളിയായിരുന്നു. ലാസ്റ്റിലെ 6 നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു. അവസാന പന്തിൽ ജയിക്കാൻ 6 റൺസ് വേണ്ടിയിരുന്ന കൊച്ചിക്ക് മുഹമ്മദ് ആഷിഖ് പറത്തിയ സിക്സറാണ് വിജയം സമ്മാനിച്ചത്. 18 പന്തുകളിൽ 5 സിക്സും 3 ഫോറും അടക്കം 45 റൺസ് അടിച്ച് ഗംഭീര ഫിനിഷിംഗ് ആണ് നൽകിയത്. Hats off to Sanju Samson. Excellent batting. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും തകർപ്പൻ ബാറ്റിംഗിലാണ് കൊല്ലം സെയിലേഴ്സ് 237 എന്ന കൂറ്റൻ റൺസ് ഉയർത്തിയത്. ഇതിനെ മറികടക്കാൻ കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിരയിലിറങ്ങിയ സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കാൻ കൊച്ചി കാണിച്ച തീരുമാനമാണ് നിർണായകമായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.